സദ്യ കഴിക്കുന്ന രീതി മോനൂട്ടനെ അറിയുവോ? എങ്ങനാ? മുത്തുമണീസ്. അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പൊ ഇന്ന് ചാച്ചിയുടെ കുറെ ഗ്ലാസും സാധനങ്ങളും കേട്ടോ. അപ്പൊ അത് കൊണ്ടുപോകണം. പൊന്നു ഇന്ന് അത് പിടിച്ചോ, പൊട്ടാതെ അങ്ങോട്ട് കാറി കൊണ്ടുപോയി. അപ്പം മുത്തുമണീസ് ഇന്ന് ഞങ്ങൾക്ക് ആദ്യക്കടലും അങ്ങനെ ഒരു നേർച്ചയുണ്ട്. അത് അക്കടെ വീട്ടിലാണ്, വൈകിട്ട് 4 മണിക്ക്. അപ്പം സാച്ചി പോയല്ലോ. അപ്പം സാച്ചി പറഞ്ഞെങ്കിൽ പിന്നെ നിങ്ങൾ രാവിലെ വാ, അപ്പം നമുക്ക് അമ്മച്ചി വീട്ടിൽ, അമ്മയുടെ വീട്ടിൽ സദ്യയൊക്കെ കഴിക്കാമെന്നേ. എനിക്കാണെങ്കിൽ ഇത്രയും കറിയൊക്കെ ഉണ്ടാക്കി ഭയങ്കര മടിയാണ്. അപ്പം ഇന്ന് മുബി ഹോസ്പിറ്റലിൽ പോകാതെ ലീവ് എടുത്ത് നമുക്ക് സദ്യയൊക്കെ ഉണ്ടാക്കി അവിടെ ഇരിക്കുവാണ്. ഇപ്പം സാച്ചി വിളിച്ച് വരുന്നില്ലയോ എന്ന്. ഞാൻ പിന്നെ ഇറങ്ങാൻ പോവാണ്. അപ്പം എനിക്ക് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടിയ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പം അത് എനിക്ക് ആവശ്യമുള്ള സംഭവം എടുത്തിട്ട് ബാക്കി മുബിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. മുബിയുടെയും പാലുകാച്ചാണ് അടുത്ത മാസമൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു അവൾക്ക് കുറച്ച് സാധനങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ എടുത്ത് മാറ്റി വെച്ച കുറച്ച് സംഭവങ്ങളാണ് കേട്ടോ. പിന്നെ സാച്ചിയുടെ കുറേ ഡ്രസ്സും സാധനങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ഇതെല്ലാം എടുത്ത് കാറിൻ്റെ പുറകിൽ വെക്കണം. ഞാൻ മറന്നുപോയി. അയ്യോ, അതിൻ്റെ അടിയിൽ വേറെ എന്തോ കിടക്കുന്നു പൊന്നു. വേറെയും 2-3 ഐറ്റംസ് ഉണ്ടായിരുന്നു, ലവിൻ്റെ ക്ലോക്ക് പോലത്തെയൊക്കെ. അപ്പം അത് സാച്ചി ബസ്സിലാണ് പോയത്. അപ്പം സാച്ചിക്ക് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു, അതുകൊണ്ട് അതൊക്കെ കൊണ്ടുപോയി. ഇനി ഇതെല്ലാം എടുത്ത് വെക്കണം. വേറെ ബാഗ് എടുത്ത് വെച്ചായിരുന്നോ? അതെ, മുമീനാണ്. കുറച്ച് സാധനങ്ങൾ, നമുക്ക് ഒത്തിരി സാധനങ്ങളൊന്നും തൂക്കിയിടാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ബാക്കി കുറച്ച് സാധനങ്ങൾ ഇവിടെ നമ്മള് കിട്ടി മൊത്തം ആണി അടിക്കണ്ടല്ലോ എന്ന് കരുതി കിട്ടിയ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങ് മുബിക്ക് കൊടുക്കാന്ന് വിചാരിച്ചു. അതെ, നമ്മൾ വെറുതെ വെച്ചോണ്ടിരിക്കണ്ടല്ലോ, അങ്ങനെ എടുത്ത് വെച്ചാണ്. പിന്നെ ജഗ്, ഗ്ലാസ്, അങ്ങനെയൊക്കെ എനിക്ക് അല്ലാതെ ഉള്ള സാധനങ്ങളൊക്കെ അവർക്ക് കൊടുക്കാന്ന് വിചാരിച്ചു. അതെ, പൊടി അടിച്ച് ഞാൻ അതിനു വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി ഇതിന് അടിയിലെടുത്ത് വെച്ചപ്പം നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോയാൽ മതി എന്ന് അവളും പറഞ്ഞു, സാച്ചിയും പറഞ്ഞു. അപ്പം മുത്തുമണീസ്, അപ്പം നമുക്ക് അമ്മച്ചൂട്ടി പോയി സദ്യ കഴിക്കാം. ഇന്ന് അന്നേരം നമ്മുടെ കൂടെ അത്ത ഉണ്ട്, കാരുടെ വീട്ടിൽ പോയി അത്തായം വിളിക്കണം. സദ്യ അപ്പൊ അത്ത ഉണ്ട്. ഇന്നൊരു ഇവിടെ കാരുടെ ഒരു കല്യാണം ഉണ്ട്. അപ്പൊ അമ്മായി അനിയനും അതിന് പോകും. എന്നിട്ട് അവർ രണ്ടുപേരും വൈകിട്ട് സ്കൂട്ടിയിൽ അങ്ങ് വരും. അപ്പൊ അത്ത നമ്മുടെ കൂടെ വരുന്നുണ്ട്. ഞാൻ ഇപ്പൊ വിളിച്ച് റെഡി ആയോ, തേച്ചോണ്ടിരിക്കുവോ. അതെ, വാ ഇറങ്ങാം ഫ്രണ്ട്സ്. ഇനിയും സാച്ചിയെ കൊണ്ട് വിളിപ്പിക്കണ്ട. വേണ്ട, ഈ ഒരു ബാഗിലും സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ കവറ് വേണ്ടേ, ഇതൊക്കെ നമുക്ക് ഡിക്കിയിലോട്ട് എടുത്ത് വെക്കാം. ഇവിടെ പട്ടി കയറാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ നീലം കലക്കി വെച്ചേക്കും. പക്ഷെ എന്നിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ എൻ്റെ സ്റ്റാൻഡൊക്കെ എടുക്കട്ടെ. സ്റ്റാൻഡ്, മൈക്ക്, പിന്നെ മുടി ഉണങ്ങിയിട്ടില്ല. മുടി ഉണങ്ങുമ്പോഴത്തേക്ക് ക്ലിപ്പ്, എൻ്റെ ഫോണ്. ഇറങ്ങാം. പൊന്നു ചെരുപ്പൊക്കെ എടുത്തോ? ഞാൻ എൻ്റെ പൊന്നൂസ് വീഡിയോ കറുത്തിരിക്കുന്നു പൊന്നു. ഇതൊക്കെ മുബീനാക്കി കൊടുക്കാൻ. സുന്ദരൻ ചെരുപ്പിട്ടോ. ഈ ചെരുപ്പല്ല, ആ നീല ചെരുപ്പ് എന്തേ? കെട്ടിയെരുപ്പ് കാറിയുണ്ടോ? അതെടുത്തിട്. വെള്ള ചെരുപ്പ് കൂടി ഇങ്ങനെ എടുത്താ പൊന്നു. ആ ചെരുപ്പ് ഊര് മോനൂട്ട. ആ ചെരുപ്പ് ഊരിയിട്ടേ ആ പുതിയ ചെരുപ്പ് എടുത്തിട്. ആ വെള്ള ചെരുപ്പ് ഇങ്ങെടുത്ത അടി പൊന്നെ. അമ്മായിക്ക് ഇങ്ങെടുത്താണ്. അയ്യോ ഉണ്ടല്ലോ, അയ്യോ എൻ്റെ കാലിൽ തട്ടി ഇപ്പം വീണ് ഞാൻ സമാധിയായാണ്. ഇപ്പം എല്ലാം എടുത്ത് വെക്കാം. ചെരുപ്പ് കിട്ടിയോ? ആത്താ നമ്മുടെ കാലി ഇവിടെ തരൂ. പൊന്നുൻ്റെ വലിയ കമ്മല കാതി ഇട്ടിട്ട് വലിയ കമ്മല ആണി ഇന്നലെ കളഞ്ഞു പോയി കേട്ടോ. അപ്പം അതുകൊണ്ടിട്ട് വേറൊരു കുഞ്ഞി കമ്മൽ ഞാൻ ഇട്ട് കൊടുത്തു. നിങ്ങൾ ആ പൊന്നു നോക്കട്ടെ. പക്ഷെ അതുകൊണ്ട് എന്തോ പോലെ ആ കുഞ്ഞി കമ്മൽ ഇട്ടപ്പോഴത്തേക്ക് എന്തോ പോലെ മുഖം വല്ലാതിരിക്കും. ഡയമണ്ട്. വാ പെട്ടെന്ന് വാ, കയറാം നമുക്ക്. ഇനിയും പോയ സദ്യ ചൂടായി പോവും. ഗ്ലാസ്സാ പൊട്ടല്ലേ. കയറും മോനെ. ഞാൻ ബാക്കിലാണ്, അത്ത ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ബാക്കിലിരിക്കാം. സുന്ദരാ അമ്മച്ചത്തുണ്ട്. ഷിയാമായി സാധനം അമ്മ വൈകിട്ട് വരും. എന്തുവാ ഗൈസ്, എന്റെ ബോയും ഡ്രസ്സും ഒരേ കളറാണ്. ബാ കയറ്, പെട്ടെന്ന് കയറ്. നീ വരുന്നോ? എന്നാ ബാ, ഓടി വാ. നീ വരുന്ന ഞങ്ങളുടെ ഇവിടെ ടാറ്റ പോവാൻ? എവിടെ പോയെന്നോ? ഞങ്ങൾ ഇവിടെ വന്നയാ. ഇവിടെ ഞങ്ങൾ ടാറ്റ പോവാ. നീ വരുന്നോ? മുട്ടായി വേണോന്നോ? മുട്ടായി ഇല്ലല്ലോ അതിന്. മേടിച്ചു തരൂന്ന്. മുട്ടായി മേടിച്ചോണ്ട് വരാം.
അതിന് ഭയങ്കര ഇഷ്ടം. രാത്രി വരും. മുട്ടായി അടിച്ചു തരാൻ മാമി ടാറ്റ പോവാ. മാമി ടാറ്റ പോന്ന്. മഴയാട്ടോ. ആ മഴയത്ത് ഇറങ്ങല്ലേ. ഓ ഓണ്ട് അത്തായും സാധ്യത ഉണ്ടല്ലോ. അമ്മായോ വരുന്ന എല്ലാരും. ആഹാ അത്ത ഇങ്ങോട്ട് കേറുന്ന. ഇച്ചിരി സീറ്റ് ഫ്രണ്ടിലോട്ട് പോയി സാധ്യത. ശരി ഫ്രണ്ടിലോട്ട് വെക്കാൻ ബാക്കിലോട്ട് വെച്ച്. ആ മതി മതി മതി. മേലോട്ട് എടുക്കട്ടെന്നാ. ഏടാ നിങ്ങൾ രണ്ടുപേരും ഉച്ച കഴിഞ്ഞ് വരുന്നുള്ളെന്ന് പറഞ്ഞിട്ട്. ആന്ന് അപ്പ കല്യാണത്തിന് എന്തിനും പോകുന്നില്ലേ? ഓ അപ്പൊ ഇവിടുത്തെ ഒരു കല്യാണം പോയില്ലേ? സദ്യ സദ്യ ഉണ്ടാക്കി സാച്ചി എത്ര വട്ടം വിളിച്ചെന്നറിയാവോ? വാ വാ എവിടെത്തി എവിടെത്തി. 1 മണിക്ക് 1:10 പോയി തിന്നാം. അതെ 1:10 നമുക്ക് സദ്യ കഴിക്കാം. വേറെ ടയർ കടയിൽ അങ്ങോട്ട് പോകുമ്പോ ഒന്ന് കാണിച്ചു നോക്കാം. പഞ്ചറാണോന്നൊരു സംശയം. സുമയ്യ പറഞ്ഞ്. ഹായ് അത്ത ഡൈ അടിച്ചോ? എവിടെ പോയാലും അങ്ങ് ടിക്ടോപ്പി ഉണ്ട്. അടിപൊളി സുന്ദരനായി. സുന്ദരൻ. ആ അതത്ത ചൂടത്തെ ഒന്ന് ജോലി ചെയ്യുന്നുണ്ടാ. ചെറുപ്പമല്ലേ ഞാൻ കുഴപ്പമില്ല. എപ്പറവൻ ഇല്ലെങ്കി ഇനി വരാം. അവര് നിന്നോട്ട്. സാച്ചിയോട് പറയാം. സാച്ചി നീ അങ്ങ് തിന്നോ. അടപ്രഥമ ഇട്ടെങ്കിൽ തന്നെ നമുക്ക് തേങ്ങ കൊത്തില്ലെന്ന് പറഞ്ഞു മാറാം. അതെ വെരി ഗുഡ്. സൗമി സൗഫി അത് ആ കൊച്ചു ഉണ്ടാക്കിയതാണോ? അത് മുബീനായ വെച്ച മുബീന ചാച്ചി കേക്കട്ടെ. രാവിലെ പോലും ഒറ്റയ്ക്ക് ഇല്ല മുബീനായ എന്നെല്ലാം വെക്കുന്നത്. ആ അന്ന് മുബീന വീഡിയോ ലൈവായിട്ട് ഓടുക. അത്തായെ അടിക്കാനായിട്ട് സാച്ചി വരും വീഡിയോ കണ്ടതിന് ശേഷം. ആ മനുഷ്യൻ അങ്ങനെ പറയാം. ആ മനുഷ്യൻ വീഡിയോ ഇങ്ങനെ പറഞ്ഞു. അതെ അതെ. ഇനിയിപ്പോ ഈ 3-4 ദിവസം കൂടെ ചൂട് കൊണ്ടിരുന്നെങ്കിൽ ഓണമല്ലോ കലക്കിയാലേ. ഇത് ആ ഓണം കുളവാക്കാനായി മഴ ഇപ്പൊ ഇങ്ങനെ പെയ്യുന്നു. അതുപോലെ ഓണച്ചന്തയിലെ കച്ചവടം പോകൂത്താ. കാരണം ഓണച്ചന്തയ്ക്ക് വഴിയോര കച്ചവടക്കാരില്ലയോ, അവരുടെ കച്ചവടം പോകും. കഷ്ടം. കഴിഞ്ഞ വർഷവും ഇങ്ങനെയായിരുന്നു. ഓണത്തിന് ഭയങ്കര മഴയായി കച്ചവടം ഇല്ലായിരുന്നു. ആ മൊത്തം ഉണ്ടായിരുന്നു. ശരിയാ ശരിയാ. ഒരു ഭാഗ്യവേ. എല്ലാ വർഷവും ഓണത്തിന് സദ്യ കഴിച്ചിട്ട് പോകും. പെരുന്നാളിന് പക്ഷെ അത്തയില്ല. പെരുന്നാളിന് സത്യമായി എപ്പോഴും എന്താ ടൈഡായി. നിങ്ങൾക്ക് എന്ത് അത്താക്ക് സൗന്ദര്യമുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? ഓനോട്ടും വരച്ചിരി. ഇന്നലെ രാത്രി ഇവൻ നേരത്തെ ഉറങ്ങി. ഇരുന്നിരുന്നിരുന്ന് സെറ്റി കിടന്ന് ഉറങ്ങിയിട്ട് പിന്നാണ്ട് ഇവന്റെ മൂക്ക് പൊരിഞ്ഞിളങ്ങുന്നുണ്ട്. പനിക്കാന്നോ? അതെ കുളിച്ചിട്ട് കയറുമ്പോ ഇച്ചിരി എണ്ണ മുഖത്തൊന്ന് ഇതാക്കണം. അപ്പൊ എനിക്ക് എത്ര വട്ടം വന്നിട്ടുണ്ട് ഇങ്ങനെ വന്നിട്ട് പനി പിടിച്ചിട്ടില്ലല്ലോ. ഉടനെ ആരംഭമായി. ആ പഴവോ വാട്ടർമെലൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് മേടിയില്ലേ? ചാച്ചി പൊന്നു എന്തിനാ ചാടി ഇറങ്ങിയേ? അയ്യോ അത് പഴുത്തില്ല. അതുകൊണ്ട് പഴുത്തത് താണ്ട ഞാലിപ്പോവാൻ. ആ നമുക്ക് പ്രഥമനി ഇട്ട് എവിടെ കഴിക്കാൻ ഞാലിപ്പോവാൻ വാങ്ങിച്ചോണ്ട് വരാൻ ചാച്ചി പറഞ്ഞു. പിന്നെ അവരുടെ വീട്ടിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാം. ആ ഈ കടയിൽ തന്നെയാ ഫ്രൂട്ട്സ് വാങ്ങിച്ചത്. കേറി വാ ഇങ്ങോട്ട്. എല്ലാരും മാറിക്കോട്.
ഇച്ചിരി നേരം കൂടെ ഉള്ളു. ഇരുന്നാ നമുക്ക് അപ്പൊ തന്നെ ചാച്ചിയുടെ വീട്ടിലെത്താം. ആ അത്ത എനിക്ക് വേണ്ട. അമ്മയ്ക്ക് കൊടു. അത്ത തിന്നോ? അത്ത തിന്നാ എനിക്ക് വേണ്ട. അങ്ങനെ നമ്മൾ എത്തി. സാധനങ്ങളൊക്കെ ഇടി. എന്റെ ചെരുപ്പും പൊട്ടിയായില്ലേ? ഞാൻ വിചാരിച്ച എന്റെ ചെരുപ്പ് പൊട്ടിയില്ല. ഓരോരുത്തർ ഓരോന്നിട്. അല്ലല്ല, ഞാൻ ഒരു ഐഡിയ പറയാം. ഇതെവിടെ വെക്കും ഞാൻ? ആ നെച്ചുവിന് കൊടുക്കാം. ഇതെന്തുവാ നമ്മളൊരു വീട്ടിൽ ഇത്രയും സാധനങ്ങളുമായിട്ട്? അതെ, പോയവരൊക്കെ അന്തിച്ചു പോയി. ഇവിടെ എല്ലാം പോച്ചയായില്ലയോ? എന്തോമാ വെരി കമോൺ. ആ ആര്? അല്ല, അത് താഴത്തെ ഇല്ല വീട്ടിൽ ആട്ടിൻകുട്ടിയാ. ഇവിടെ ഒരു ഇറക്കമുണ്ട് ഫ്രണ്ട്സ്. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനെ നടക്കാൻ പറ്റും. ഞാൻ എൻ്റെ നടുപൊടി ഞാനിപ്പം. നമ്മൾ വരിവരിയായി പോകുന്നു. സാച്ചിയുടെ സദ്യകൾ കാണാം. ആ തൊട്ട് താഴത്തെ വീട്ടിലെ മുട്ടനാടാ. പോകൂ പോകൂ, എല്ലാരും പോകൂ. ഹയറമ്മ എന്തോ കഴുകുന്നു. ഹായ്. ആണോ? വന്നോടൻ തരാനോ? ശരി, കേറിയിരിക്കാം. എന്തൊക്കെ ഉണ്ടാക്കി ഹയറമ്മ ഇന്ന് സ്പെഷ്യൽ? എനിക്ക് എല്ലാം വേണം. ഷിയാമ്മ ഓണ്ട വരുന്നു. ഇതോണ്ട പുറകെയുണ്ട്. വാ, ഷിയ ഉണ്ട്, നടന്നു വരും. ആ കേറട്ടെ. കൂൾ ഡ്രിങ്ക്സ് താ സാച്ചി. ഇരി പൊന്നു, നോക്കട്ടെ. ആ ഇത് നമ്മുടെ അവിടെ നിന്ന് എടുത്തോണ്ട് വന്നേ സാച്ചി. അത് ഒട്ടിച്ച് ഞാൻ പറഞ്ഞു ചേച്ചി നല്ല സ്ഥലത്ത് ഒട്ടിച്ച് പിടിക്കാം. ഇളക്കല്ലേ ഇളക്കല്ലേ മോനൂട്ടാ. അവിടെ വെക്കടാ. ആ അവിടെ വെയ്. ബാ ബാ വെള്ളം കുടിക്കാം. ബാ. ഹായ്, ഹൗ ഡു അത്തായി സാധാരണ കൊണ്ടു കൊടുക്കട്ടെ. മാറി എന്നാ വെള്ളം എന്നാടാ. ഞാൻ കുടിക്കട്ടെ. സാച്ചി ഭയങ്കര വെപ്രാളത്തിൽ വിളിച്ചു വരുത്തി. 10 മണിയോട്ട് എപ്പം വരും നിങ്ങൾ ഇറങ്ങിയില്ലയോ. എന്നിട്ട് താണ്ട ഇപ്പം വാഴയില വെട്ടാൻ നടക്കുന്നു സാച്ചി. സാച്ചിക്ക് അന്തം വിട്ട് നോക്കുക. ഞാൻ സാച്ചി എന്തെങ്കിലും കുറ്റം പറയുന്നോ ഇല്ലയോ എന്നൊക്കെ. കേറി വാ ഇങ്ങോട്ട്. എന്നെയാന്നോട്ടി ഇനി വിളിച്ചത്? ചായന്റെ പാവക്കുട്ടിയെ താങ്ക് യു. ചെരുപ്പിടാതെ എന്തിനാ ഇറങ്ങി നടക്കുന്നേ? പൊന്നൂസ് പിന്നെ ഇതുപോലുള്ള കുരുപ്പുകളെ കണ്ട പിന്നെ വിടത്തില്ല. അവർ താഴെ വെക്കാൻ ഭയങ്കര പാടാ. പൊന്നു അവള് കരയുന്നു. താഴെ നിർത്തപ്പെട്ട് കളിക്കട്ടെ. നോൺ വെജ് സദ്യ കേട്ടോ, നോൺ വെജ് സദ്യ. ഇതെന്തുവാ? മോര് കറി, പരിപ്പ് കറി, ചോറ്. ഇതെന്തുവാ? പച്ചടി, അവിയല്, ഇഞ്ചിക്കറി, സാമ്പാറ്, ബീട്രൂട്ട് തോരൻ, സാച്ചിയുടെ കൊണ്ടാട്ടം, ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അതാ ഞാൻ പറഞ്ഞത് നോൺ വെജ് സദ്യ. പിന്നെ പപ്പടം ഉണ്ട്. ഇനി അടപ്രഥമൻ എടുത്തോ. അടപ്രഥമൻ ബാ ഇരിക്കാം. അത്താവാ ഇരിക്കാം. വിശക്കുന്ന 2 മണിയായി. കുരുപ്പുകളൊക്കെ താഴെ ഇരിക്കാം. ആ മാങ്ങാച്ചാർ വന്നു ഫ്രണ്ട്സ്. കുഞ്ഞുങ്ങളെ പൊന്നു താഴെ ഇരി. നിങ്ങൾക്കൊക്കെ താഴെ വെച്ച് തരാം കേട്ടാ. മാങ്ങാച്ചാറ്, വെള്ളം നാരങ്ങ. അവർക്കാ വിശക്കുന്നത്, നമുക്ക് വിശപ്പില്ല. അവര് താഴെ അങ്ങ് ഇരുത്താൻ. വാവേ വാ മക്കളെ. മോനുട്ടാ താഴെ ഇരിക്കാം കൂട്ടുകാരും ഒക്കെ ആയിട്ട്. ഞാൻ താഴെ ഇരിക്കാൻ. അവൻ പറയാം താഴെ അമ്മ അങ്ങ് ഇരുന്നാ മതിയെന്ന്. നീങ്ങിരി. നിങ്ങളിപ്പോ കഴിക്കുന്നോ പിള്ളാര്? പൊന്നു വിശക്കുന്നെങ്കി ബാ.
വിശക്കാതെ. ഇനി 2 കസേരയല്ലേ ഉള്ളു. അതിന് അത്തായും പൊന്നു സീരി. നിങ്ങളൊക്കെ ഇപ്പൊ കഴിക്കും? ഞാൻ പിന്നെ കഴിച്ചോളാം. അടിപൊളി. ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട്. എല്ലാം വിളമ്പി വെച്ചിരുന്നു. ചോറ് തീർന്നു. ഇനി ആദ്യം പരിപ്പൊഴിച്ചു. സാച്ചി ചോറ് ചോറ് ചോറ്. നൈഷുവിന് പിന്നെ മതിയെന്ന്. നിങ്ങൾ കഴിച്ചോ? എന്നിട്ട് ഞങ്ങൾ സെക്കൻഡ് ട്രിപ്പിലിരിക്കാം ഞങ്ങൾ കേട്ടോ. ചിക്കൻ ഫ്രൈ ഒക്കെ എടുത്തോ? അങ്ങോട്ട് തിന്നങ്ങോട്ട് തിന്നിട്ട് അഭിപ്രായം പറയാത്ത കുക്കിംഗ്. ഓ അമ്മാച്ചി. അമ്മച്ചത് എല്ലാം സൂപ്പറാന്നേ പറയുന്നു മോനട്ടെ. കഴിച്ചിട്ട് കറിയൊക്കെ ഇങ്ങനെ ഉണ്ടെന്ന് പറ. മുബീനയുടെ ഒരു സന്തോഷത്തിന്. കിട്ടി. എങ്ങനുണ്ട്? അടിപൊളി. ഇടി കുരുട്ടെ ചോറ് വേണോ? ചോറ് വേണോ? ചോറ് വേണോ? അമ്മായിക്കാ ചോറ് തീർന്ന്. ആഹാ, എത്ര പപ്പടം മതി? ഞങ്ങൾക്കൊക്കെ തിന്നണ്ടായോ? അടച്ചു വെക്കാം. അല്ലാതെ ഇനി പപ്പടം തുറക്കല്ലേ കേട്ടാ. പപ്പടത്തിന് നീ ഇടിക്കും. ഞാൻ നിന്നെ ഇടിക്കും. ഞാൻ ഇതോണ്ട അവള് പപ്പടം എടുത്ത് നിനക്ക് തരുന്നു പൊന്നു. ശുണ്ടടിയാണോ? കഴി പെട്ടെന്ന് കഴി. സദ്യ കഴിക്കുന്ന രീതി മോനൂട്ടൻ അതിനെ അറിയുവോ? എങ്ങനാ? മോരോ അല്ലെങ്കിൽ രസമോ കുടിക്കണം. എന്തിനാ? പായസത്തിന്റെ കൂടെ പപ്പടം ദഹിക്കാൻ. വെരി ഗുഡ്. കഴിച്ചോ. മോനൂട്ടൻ ഇനി ചോറ് വേണോ? ചോറിന്റെ കൂടെ എന്തോ വേണം? സാമ്പാറും ചോറും. അടപ്രഥമനും ഞാലിപ്പൂവനും. ചൗരിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ സാധാരണ ചൗരി എനിക്ക് ഇഷ്ടമാണ്. അമ്മച്ചത്തെ ഇപ്പോഴേ പായസത്തിലോട്ട് നോക്കി വെച്ചേക്കുവാണ്. ആരാ കഴിച്ചു കഴിഞ്ഞത്? പായസം ടേസ്റ്റ് ചെയ്യാം. നീ ഇപ്പൊ വാങ്ങിച്ച ചോറ. അതും സാമ്പാറും തിന്നെ, എന്നിട്ട് ടേസ്റ്റ് ചെയ്യാം. മൊത്തം തിന്നണം കേട്ടാ. ഫസ്റ്റ് അടിക്കണം. പായസം ഒഴിക്കട്ടെ? മതിയോ? പിന്നെ കഴിക്കാം. പഴം ഇടും. സാമ്പാർ വേണ്ട. വലൈക്കും അസ്സലാം. തൊഴിലുറപ്പിന് നേർച്ചയ്ക്ക് വരും. അതിലൊക്കെ എന്താന്ന് നോക്ക്. ടേസ്റ്റ് കൊള്ളാവോ? മടി പൊളിക്കുന്നു. അപ്പൊ എല്ലാരും ധൈര്യമായിട്ട് കഴിച്ചോ. അടപ്രഥമനി തേങ്ങ കൊത്തില്ലെങ്കിൽ ശരിയായില്ലെന്ന് പറഞ്ഞ് നമുക്ക് ഇറങ്ങി വരാന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ് വണ്ടി വെച്ച്. ഓ എന്റെ ഊഴം. ഇനി ഇവരെല്ലാം എണീറ്റ് വാവയ്ക്ക് മുഖിക്ക് സാധിക്കില്ല. ഇനി ഞാൻ കഴിക്കട്ടെ ഫ്രണ്ട്സ്. തേങ്ങ കൊത്ത് അന്നേരം അരിഞ്ഞു വെച്ച ഇടാം. പിന്നെ മറന്നു. ചിക്കനാ? ചിക്കൻ മോനൂട്ടന്റെ കാര്യം വെച്ചേക്കാം. ഉള്ളു വെന്തല്ല വരുന്ന അതൊക്കെ അടിപൊളി. കുറച്ച് എണ്ണ വെച്ചത്. ഞാൻ പറഞ്ഞ ചൂട് എണ്ണ വെക്കാം. ഞങ്ങളെല്ലാരും കഴിക്കട്ടെ. അങ്ങോട്ടൊക്കെ ചിരിക്കും നൈഷു. ലാസ്റ്റ് സാച്ചി ചിക്കൻ ഒഴിച്ച് ബാക്കിയല്ല.
ഞങ്ങൾക്കൊക്കെ നോൺ വെജ് സത്യമണി ഇതുള്ളൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കഴിച്ചോ ഇപ്പൊ ചില നാട്ടിലൊക്കെ വെജ് സദ്യ അല്ല, നോൺ വെജ് സദ്യ. നോൺ വെജാ. മീൻ വറുത്തത് അവരുടെ പ്രധാന സാധനം. വെള്ളം കൊടു. എടി എന്റെ കുഞ്ഞിനെ അടിച്ചോന്ന്. നീ എന്റെ കുഞ്ഞിനെ അടിച്ചോ? എന്റെ ചെറുക്കനെ അടിച്ചോടി നീ. യോ എടുത്തിട്ടോണ്ട് നോക്കൂ പൊന്നൂസ്. എല്ലാരും ഉച്ചക്ക് ചോറിട്ടിട്ട് ഞങ്ങള് നൈറ്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ കിടക്കുവാണ് ഫ്രണ്ട്സ്. വിശ്രമം. വേറൊരാള് അത്തായും സാധാരണ അവിടെ ഒരു റൂമിൽ കിടന്നുറങ്ങുന്നു. അല്ല 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 പണ്ടം പറയും. മതി പൊന്നു മതി 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 മതി. ഓ സാച്ചി വന്ന് അടിക്കുവേ. സാച്ചിയുടെ കട്ടില് മണ്ണലായെന്ന് പറഞ്ഞോണ്ട്. ഓ എന്റെ പൊന്നു. എല്ലാരും കൂടെ കണ്ടപ്പോ അഹങ്കാരം. അത്താ കേട്ടത്താ, എല്ലാരും കൂടെ ഒരു ഫാമിലി ടൂർ. ഊട്ടി, കൊടൈക്കനാൽ, കേക്കട്ട്, മൈസൂർ. അത്ത പോകുന്നതിന് മുമ്പ് നമുക്ക് എല്ലാരും കൂടെ പോവാം. വാവ, മൂവി, സാച്ചി എല്ലാരും. സാച്ചിയുടെ കെട്ടിയോൻ, വാവയുടെ കെട്ടിയോൻ, മുബീനയുടെ കെട്ടിയോൻ, എന്റെ കെട്ടിയോൻ, എല്ലാരും നമുക്ക് വലിയൊരു ബസ്സില്. ഓക്കെ അല്ലയോ? ബസ് വിളിച്ച് പോവാൻ. അതിപ്പോ നമുക്ക് നേർച്ച കഴിഞ്ഞിട്ട് അവരെല്ലാരും വരുമ്പോ ഒരുമിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വേണ്ട വരും. ഓക്കെ. ഓ ഈ പിള്ളാര് അതെ അത്തായും കൂടെ ഉള്ളതുകൊണ്ട് എന്റെ വീഡിയോ കത്തി കേറും. അതല്ല രസം. പിന്നെ 10,000 ബാങ്കിൽ പോയി ലോൺ എടുത്ത ഞാൻ മാത്രം. അപ്പൊ ഞാൻ പുതുക്കാനുള്ള പേപ്പർ കൊടുത്തിരുന്നു. അപ്പൊ അവര് വന്ന് നോക്കിയിട്ട് പോയി റിപ്പോർട്ട് എഴുതിയിട്ടില്ലായിരുന്നു. അത് പിടിക്കല്ലേ? ഇല്ല പറ. അവരെന്താ ചോദിച്ചു? അവര് വില്ലേജിൽ കൊടുക്കാൻ പേപ്പർ എഴുതി തന്നു, ലെറ്റർ. അപ്പൊ ആ പെണ്ണുപിള്ള സാലിഹ, നിങ്ങളാരാ സാലിഹയുടെ? പാപ്പായ ആ പാല് കാച്ചല്ല ഞാൻ കണ്ടു കേട്ടോ, അടിപൊളിയായി. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇവിടെ എനിക്ക് രക്ഷയില്ലേ. ഇല്ല ഞങ്ങള് നേർച്ചയ്ക്ക് പോവാണ് മുത്തോണീസ്. നമ്മൾ വന്ന പോലെ വണ്ടി പോവും. പാവയുടെ ഹസ് വരും. അവരെല്ലാം വേറൊരു ട്രിപ്പ്. അയ്യോ കാർ ഇവിടെ കാണുന്നില്ലത്താ. അയ്യോ എവിടെ? അയ്യോ അതിന് ബോറടിച്ച് കറങ്ങാൻ പോയോ? നല്ല വട്ടം. പക്ഷെ മഴ വരാൻ പോകുന്നു കേട്ടോ. അയ്യോ എന്റെ ഫോണും കാറിൽ. അത്ത ഒന്ന് വിളി. വിളി. ആരുടെ? വേണ്ട മക്കളെ, പന്ന വെള്ളം വാ. ചാടി ചാടി. ഇപ്പൊ താണ്ട് വാർത്തയിലൊക്കെ കാണുന്നില്ലേ, വെള്ളത്തിൽ കുളിക്കുമ്പോ ചെവി കൂടെയും തലയിൽ കൂടെ ഒക്കെ അണുക്കള് കയറി കിതക്കുന്നു. പന്ന വെള്ളം. പക്ഷെ ഇന്നാൾക്ക് തുറന്നുവിട്ടോ ഭയങ്കര വെള്ളമായിരുന്നു. കാട് കയറി. ഇവിടെ ഒന്നും ആരും വൃത്തിയാക്കത്തില്ല. നിനക്കെന്തുവാ? അത് ഇത് ഇട്ടാ മതി മക്കളെ. എന്തിനാ ഒരുപാട് ചെരുപ്പ്? അവക്ക് ഹീലുള്ളതുകൊണ്ടാ വേറൊരു ചെരുപ്പ് എടുത്തത്. ഓ എനിക്ക് വയ്യ. ഒരാൾക്കുണ്ടെങ്കിൽ ഒരാൾക്ക്, ഒരാൾക്കില്ലെങ്കിൽ നമുക്ക് നോക്കാണ്ട മുറിഞ്ഞ് ഒറ്റ. എവിടെ പോയി താണേ? യോ വേണ്ട, എല്ലാം കൂടെ നൈഷുവിന് കൊടുക്കണ്ടേ? എവിടെ പോയി അത്താ? അണ്ണ എവിടെ പോയി? ഞാൻ അന്നേരം പറഞ്ഞില്ലേ ടയർ പഞ്ചർ ഒട്ടിക്കാൻ നോക്കാൻ പോയതായിരിക്കും. ഇല്ല കറക്റ്റാ. നോക്കിക്കോ. അവനെ ഇരുത്തി നിർത്തി എടുക്കുവാന്നോ? ഒന്ന് ഞാൻ എടുത്തുതരാം. ചെളിന്ന് മാറി ഇന്നോ വണ്ടി വന്ന് ദേഹത്തൊക്കെ തെറിപ്പിക്കും. പിന്നെ നേർച്ചയ്ക്ക് വിട്ടോണ്ട് ഉടുപ്പൊന്നും ഇല്ല. കൊള്ളാം. മോനിട്ട് സൂപ്പർമാനാ. ആറ് കത്താക്കിയോ? ഫോട്ടോ ക്ലോസ് അപ്പ്. ശരി ഓക്കെ. ആന്ന് അത്തായും സാധനം കണ്ട അനിയനും ചേട്ടനെയും പോലെ പ്രായം. അതെ മമ്മൂട്ടി. ഇവിടെ വന്നപ്പോ നല്ല പച്ചപ്പുണ്ട്, കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് മേട്ടുംപുറത്തോട്ട്
ഇതിലെ മാത്രം പോകുന്ന പള്ളി. ഇന്ന് ഏതാ അതിന്റെ ദിവസം? ഓ ഇന്ന് വ്യാഴമില്ലേ, വ്യാഴാഴ്ചയാ നേർച്ചയൊക്കെ. ഒന്ന് കേറിക്കോ. പക്ഷെ അവരാരും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. കേറിക്കോ. വണ്ടി വാവയുടെ മച്ചാൻ വരുമെന്ന്. അപ്പൊ അവരെല്ലാരും ആ വണ്ടി വരും. ബാ കേറ് സുന്ദരം കേറ്. മൂന്ന് കുഞ്ഞാവകളെ വീഡിയോയിൽ കാണിച്ച്. ഒന്ന് നെച്ച്, ഒന്ന് റേസ്. ആമീൻ ആമീൻ ആമീൻ. ആമീൻ ആമീൻ. പഴം പത്തിരിയുടെ കൂടെ തിന്നാനാ? ഇതാ പത്തിരിയുടെ അവിടെ വെയ്. അന്ന് ഒരെണ്ണം എടുത്തോ. മോനട്ടെ വിരാജ് നേർച്ചപ്പങ്ക ആപ്പിളും ഇതും അതുപോലെ എടുത്ത് കഴിക്കും. ബാബല്ലോ കുറച്ചേരം അവിടെ നിന്നിട്ടേ പോകും. പൊന്നൂസിന് പെട്ടെന്ന് പോകാൻ ഇഷ്ടം. ഓ നിന്റെ ചെരുപ്പ് തിരിച്ചു തരും. സൗമ്യയുടെ ഒരു ആഗ്രഹമായിരുന്നു നമ്മൾ അത്യാവശ്യം ബന്ധുക്കൾ ഒരു 25 പേര് മാത്രം അടങ്ങുന്ന ഒരു കുഞ്ഞ് നേർച്ച, അതും അവിടുത്തെ കുടുംബ വീട്ടിൽ വെച്ച് നടത്തണമെന്ന്. ഇപ്പോൾ ഇവിടെ ആരും ഇല്ല കേട്ടോ, വാടകയ്ക്ക് കൊടുത്തേക്കുവാണ്. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ സിറ്റ് ഔട്ടിലും കാർ പോർച്ചിലും ഒക്കെ ആയിട്ട് ഫുഡൊക്കെ വെച്ച് അത്യാവശ്യം നമ്മൾ ബന്ധുക്കാർ മാത്രം അടങ്ങുന്ന ഒരു കുഞ്ഞ് നേർച്ചയായിരുന്നു കേട്ടോ. പൊറോട്ടയും ബീഫ് കറിയും, പിന്നെ എനിക്ക് ബീഫ് കറി ഉണ്ടെങ്കിലും കുറച്ച് വെജിറ്റബിൾ കറി വേണം, പിന്നെ ചായ ആയിരുന്നു നമ്മുടെ ഫുഡ് ഐറ്റംസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതേ ഒരു ബഹളമാണ്. എടുത്താ വെയിറ്റ് ഇങ്ങനെ ആയോ ഒരെണ്ണം എടുക്കാം. എൻ്റെ ആദ്യഘട്ടങ്ങളിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴി നമ്മുടെ ലൈല മമ്മിയുടെ കടയിൽ നിന്ന് കുറച്ച് ചെടിയൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ പുതിയ വീടിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഒന്നും മരങ്ങളും ചെടികളും ഒന്നും ഇല്ലല്ലോ, അപ്പം എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കാം. ഒരു മാവ് ബഡാണോ എന്ന് കിളിക്കും? അല്ല, ഈ 3 വർഷം കൊണ്ട് കായ്ക്കുവോ? എന്നാലേ ഞാൻ മേടിക്കും. കറക്റ്റ് ആണോ? ഞാൻ 2.5 വർഷം കഴിയുമ്പോൾ ഇവിടെ വരും. നീ ഇടിച്ച് നിരത്തു കടയൊക്കെ. ശരി ലൈലാമ്മ, ന്യായ വില വലുത് തന്നെതാ. ഇല്ല ഞങ്ങക്ക് കുറഞ്ഞ വിലയിൽ തന്നെതാ. മോനെ പേത്തോടല്ലേ? ഓറഞ്ച് ഒന്നും നമ്മുടെ മണ്ണിൽ കിളിക്കത്തില്ല. ഓ അവിടെ റംബൂട്ടാൻ തീറ്റിയ ഓർമ്മ. അതെന്തോ പ്ലാവ് ഇച്ചിക്കൂടെ വലുതെടുക്കണേ. തീരെ ചെറുത് മതിയോ? പെട്ടെന്ന് വളരുവോ? ബാ ഒരു തെങ്ങ് അവിടെ വെയ് മോനെ എടുത്തു തരും. ആണോ? ചോയിര് അത്രയും വലുത് നമുക്ക് പറ്റത്തില്ല വണ്ടി കൊണ്ട്. വേടിക്ക് അത് ആരെങ്കിലും നിർത്തി ഒരു 500 രൂപ കൊടുത്ത കിളച്ചെല്ലാം വെച്ച് തരും. പിന്നെ ഞാൻ നടക്കത്തില്ല. വാങ്ങ്. ഇതൊക്കെ മതി. ഇത് കാറി കൊണ്ടോ. റംബൂട്ടാൻ ഉണ്ടോമ്പോ? ഇവക്കൊരു റംബൂട്ടാൻ കൂടെ. ചെറുത് മതി, കിളിക്കുമല്ലോ. ചെറുത് മതി. തിരക്കി ഇത് എങ്ങോട്ട് പോയി? ഇതെന്തോ റംബൂട്ടാനാണോ? ഓ വരിക്ക, ചുമപ്പ്. വേറെന്തോ ഉണ്ട്? എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് നടാം.
ഓ എടുത്ത് റംബൂട്ടാൻ, പ്ലാവ്, മാവ്, തെങ്ങ്, പേരയ്ക്ക, ചാമ്പയ്ക്ക ഇല്ല. ചാമ്പയ്ക്ക നമുക്ക് വേറെ സ്ഥലത്തുനിന്ന് മേടിക്കാം. അമ്മതേ മല ചുമന്നുകൊണ്ട് വരുന്നത് പോലെയാണ് ചുമന്നുകൊണ്ട് വരുന്നത്. അങ്ങനെ നമ്മൾ കാറിൻ്റെ ഡിക്കിയിലൊക്കെ അത്യാവശ്യം എല്ലാം കൂടി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടുത്തെ ആദിക്കാട്ടുളങ്ങര പള്ളി അവിടെ ഫ്രണ്ടിലാണ്. അപ്പോൾ അവിടെ പോയിട്ട് പള്ളി കയറാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാനും അണ്ണനും അത്തായി അമ്മായൊക്കെ കൂടെ പള്ളിയിൽ ഒന്ന് കയറിയിട്ട് വന്നു. വീട്ടിലെത്തി മുത്തുമണീസ്. അയ്യോ തീരെ വയ്യ. പക്ഷെ സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരുമായിട്ടും ഒരുമിച്ച് കുറേ കുഞ്ഞൊരു നേർച്ചയായിരുന്നു. പിന്നെ നമ്മളത്രയും ദൂരെ പോയാലും ഒരു സന്തോഷം ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ഒത്തുകൂടുമ്പം പ്രത്യേക ഒരു സന്തോഷമാണ്. ദൂരമായാലും നമ്മളെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി വന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ഒരു ബന്ധത്തിനൊക്കെ ഒരു എന്താ അടുപ്പം തോന്നുന്നതും ഒക്കെ. അപ്പം ഞങ്ങൾ ചെറിയ ചെറിയ കാര്യമാണെങ്കിലും ആര് വിളിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും. അപ്പം ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരും കൂടി കുറേ നേരമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. വല്ലപ്പോഴും അല്ലേ എല്ലാവരും കുഞ്ഞുങ്ങളും കുട്ടികളും ഒക്കെ ആയിട്ട് പഠിത്തം കാര്യമൊക്കെ എല്ലാവരും തിരക്കാണ്. പക്ഷെ അതിൻ്റെ ഇടയിലുള്ള ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ വരുമ്പോഴാണ് എല്ലാവരും ഒന്ന് ഒത്തുകൂടുന്നതും സംസാരിക്കാൻ പറ്റുന്നതും ഒക്കെ. എന്തായാലും ഭയങ്കര സന്തോഷം. ഇപ്പം സമയം 8 മണിയായി ഇവിടെ വന്നപ്പോൾ കേട്ടോ. അപ്പം അണ്ണൻ തെങ്ങും റംബൂട്ടാനൊക്കെ കൊണ്ട് ബാക്കിൽ വെക്കാൻ പോയി. ഇനി ആരെങ്കിലും നിർത്തിച്ചിട്ട് വേണം കുഴിയെടുത്ത് ഒക്കെ വെക്കാൻ. പിന്നെ മോൻകുട്ടനും അതിൻ്റെ പുറകെ കൂടിയിട്ടുണ്ട്. അടുത്ത അടിപൊളി ഒരു വ്ളോഗുമായിട്ട് കാണാം. ചാച്ചാ ഞാൻ നൈറ്റിയെ കൂരിട്ടിട്ട് എനിക്കങ്ങ് ശ്വാസം മുട്ടുന്നു. നമുക്ക് അടുത്ത വീട്ടിലാണ് കേട്ടോ. ടാറ്റാ.